എവരി സ്പൗസ്, ഭാര്യ ഒരു ഭർത്താവ്. ഇതേ കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, രണ്ടുപേരും ഒപ്പത്തിന് കൊണ്ടുപോകാൻ വെച്ചാൽ അതൊരു കഴിവാണ്. ഞാൻ അതാ ചെയ്യണം. കാരണം ഞാൻ ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിലോ ഭാര്യയുടെ വീട്ടിലെത്തും, ഞാൻ ഇവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത് രണ്ടിനെയും എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം? കുറച്ച് ഇപ്പൊ ഭാര്യ വരുമല്ല, ഇന്നലെ അവളെ ഭാര്യ വീട്ടിൽ നോമ്പുറക്കല സന്തോഷത്തോടെ ഞങ്ങൾ പറഞ്ഞയച്ചു, നീ പോയിട്ട് വാ അല്ലെ. എന്നിട്ട് പറഞ്ഞു, നീ നോമ്പുറക്കലിന് വരണം കേട്ടോ, നീ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഹാപ്പി. കുറച്ച് ഇപ്പൊ ഇത്ര. അപ്പൊ ഇത് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചാലോ? അവിടെയാണ് നിങ്ങൾക്ക് ഇത് അറിയാത്ത. നിങ്ങൾക്ക് കെട്ടിയോടെ മെരുക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ഹസ്ബൻഡിനെ മെരുക്കാൻ അറിയില്ല അല്ലേ? ഇത്ര വലിയ ആനയെ ഒരു പാപ്പാനൊരു തോട്ട് കൊണ്ട് നടക്കുമ്പോ നിങ്ങൾക്ക് പിന്നെ എന്നാത്തില്ല ഇല്ലേ? ഇത്ര വലിയ ആനയെ ഒരു തോട്ട് കൊണ്ട് പാപ്പാൻ ഇങ്ങനെ നിർത്തുമ്പോ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെക്കനെ, ഒരു ഹസ്ബൻഡ് മെരുക്കാൻ അറിയാത്ത നിങ്ങൾ എന്നെ കഴിവുള്ളവര് നിങ്ങൾക്ക് ഇവിടെ ക്ലിയറായി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പഠിക്കണം ഏത് കൊമ്പനെയും മെരുക്കാൻ. ക്ലിയറായി? കൊമ്പനെ മെരുക്കണം, അത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ കെട്ടിയാനെങ്ങനെ മെരുക്കണമെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോ നിങ്ങൾ രമ്പയാവേണ്ടി വരും, ചിലപ്പോ നിങ്ങൾ തിലോത്തമയെ പോലെ ഒന്ന് ആടി തിമർക്കേണ്ടി വരും, ചിലപ്പോ നിങ്ങൾ സിൽക്ക് സ്മിതയാവേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ അതൊക്കെ ചെയ്തു. പക്ഷെ എന്തേ ഉള്ളൂ? മെരുക്കുക. ഒരൊറ്റ ലക്ഷ്യം എന്തുള്ളൂ? മെരുക്കുക. ഇതേപോലെ തന്നെ ഭർത്താക്കന്മാരോടും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തു. കാരണം നിങ്ങൾക്ക് രമ്പയോ പറ്റില്ല ഭർത്താക്കന്മാരെ അല്ലെ, നിങ്ങൾക്ക് പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത്. അപ്പോ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ തടസ്സം ഉന്നയിക്കുന്ന വ്യക്തികളാണ് ആര്? സ്പൗസ്. അപ്പൊ ആദ്യം 2 കോടി ഉണ്ടാക്കാൻ വേണ്ടി മെരുക്കേണ്ട ആദ്യത്തെ വ്യക്തി എഴുതി വെച്ചോ, നമ്മുടെ സ്പൗസ്. ഏറ്റവും കൂടുതൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് സ്പൗസ്. ഇത് മെരുക്കാതെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പണി. കമ്മീഷൻ പ്രിൻസിപ്പിൾ പഠിക്കേണ്ടത് ആദ്യം സ്പൗസിന് മെരുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് ദ മിഷൻ പ്രിൻസിപ്പിൾ ലോ നമ്പർ 1. 1 പീപ്പിൾ, 2 പ്രോസസ്, 3 റൂൾസ്. ഈസിക്കൽ ടു 2CR 2 കോടി അല്ലേ? ഇതേ പ്ലസ് ഇതാണ്